ഈ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ വോട്ടെണ്ണൽ നടക്കുകയാണ്. ആരാണ് യഥാർത്ഥ വിജയി എന്നറിയാം. അപ്പോൾ നമുക്ക് ആര് വിജയിക്കും എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇനി പ്രവചനം നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ 2-3 പ്രമുഖ നേതാക്കന്മാരുടെ ഗ്രഹനില നോക്കിയാണ് ശ്രീ MR മധുസൂദനൻ സംസാരിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പെട്ടി പൊട്ടിക്കും മുമ്പ് നമുക്ക് ഒരാളുടെ ഗ്രഹനില കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഇന്ത്യയിലെ ഭാവി പ്രധാനമന്ത്രിയാണ്. ജയിലിൽ നിന്ന് വന്നതോടെ നമ്മുടെ ഇലക്ഷൻ്റെ മൊത്തത്തിലുള്ള ടെമ്പോയൊക്കെ മാറ്റി എന്ന തരത്തിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുമല്ലാതെ അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് തന്നെ പോയി. അദ്ദേഹം ചോദിക്കാതെ ജാമ്യം കൊടുത്ത കോടതി ആ ജാമ്യം നീട്ടിക്കിട്ടണമെന്നുള്ള അപേക്ഷ കേൾക്കാൻ പോലും തയ്യാറായില്ല. അങ്ങനെ ഞാൻ ഭഗത് സിംഗിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കെജ്രിവാൾ പോയത്. കെജ്രിവാൾ ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. എന്താണ് കെജ്രിവാളിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രഹങ്ങൾ പറയുന്നത്? ജാതകവശാൽ കെജ്രിവാൾ ഇന്ന് എന്ത് സംഭവിക്കും? ഇനി ആപ്പിൻ്റെ ഭാവി എന്താണ്? കേജ്രിവാളിനെ സംബന്ധിച്ചിട്ട് ഒരു 2-3 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ഗ്രഹനില സ്റ്റഡി ചെയ്തിരുന്നൊരു വിഷയമാണ്. ഒരു കുറച്ചുകൂടി നേരത്തെ ഇത് ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടും സങ്കടമാണ് സത്യത്തിൽ. വൈകിപ്പോയി. ഇലക്ഷൻ വോട്ടെണ്ണലിൻ്റെ 5-8 മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം നിലവിൽ ഇന്നലെ ജയിലിലേക്ക് പോയ ദിവസമാണ്. ഇന്നലെ ഈ സമയത്ത് പോയതിന് ശേഷം നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന രീതിയിലാണെന്ന് പറയാനുള്ളത് നമുക്ക് ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു. കാരണം ഒരു സാധാരണ ഒരു ജ്യോതിഷ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു തുടക്കക്കാർക്ക് പോലും വളരെ ക്ലിയറായിട്ട് ഇന്ന ഫലങ്ങൾ ആ ജാതകത്തിൽ സംഭവിക്കുമെന്ന് പറയത്തക്ക രീതിയിലുള്ള ദോഷഫലങ്ങളുടെ ഒരു പ്രഥമ ദൃഷ്ടിയ തന്നെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഗ്രഹനില നമ്മുടെ ഡിസ്പ്ലേയിൽ ഇന്ന് പ്രദർശിപ്പിക്കണം. ഒപ്പം ഒന്ന് കാണിച്ചോളൂ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇത് കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ശരി, ഞാൻ ഈ പറയുന്നതായിട്ട് ഇന്ന് ധാരാളം ആൾക്കാർക്ക് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിയാനുള്ളൊരു ജിജ്ഞാസ കൊണ്ടെങ്കിലും പഠിച്ച ആൾക്കാർ ധാരാളമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ കേജ്രിവാളിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും തുടർന്നിനി സംഭവിക്കാൻ പോകുന്നതും. അപ്പോൾ നമ്മളൊരു ഫലം പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തീവ്രത വിട്ടുപോവുകയൊക്കെ ചെയ്യും. ഇത് വളരെ ഷോർട്ട് ടൈം, 1 വർഷം കൊണ്ട് അപ്പോൾ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഇവയുടെ ഭാവി ഇതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്? ഇത് ഇദ്ദേഹം 16/8/68 ഡേറ്റ് ഓഫ് ബർത്ത്. ഭരണി നക്ഷത്രമാണ്. അപ്പം നക്ഷത്രമൊക്കെ ഇപ്പോൾ ഭരണി നക്ഷത്രം വരെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. അല്ല, നക്ഷത്രത്തിന് അതിൻ്റെ അകത്ത് ഒരു പരിധി വരെ കൂടുതൽ പ്രാധാന്യം പറയാൻ പറ്റില്ല. ബാക്കി എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുസരിച്ചിട്ടാണ് നമുക്കത് പറയാൻ പറ്റുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഈ കാളസർപ്പയോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അതായത് രാഹു കേതുക്കൾക്കിടയിലാണ് മറ്റെല്ലാ അത് പലർക്കും ഉണ്ടാവാറുള്ള ഗ്രഹങ്ങളും നിൽക്കുന്നത്. അതെ, ഞാൻ കേട്ടിട്ടുള്ള കാളസർപ്പയോഗം എന്ന് പറഞ്ഞാൽ അത് ഇടയ്ക്ക് വന്ന് വിഴുങ്ങും, പിന്നെ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് പുറത്തു പോകും. ഇതിന് കാലപാശ യോഗം എന്നുള്ള മറ്റൊരു പേരും കൂടെ ഉണ്ട്. കാലപാശ യോഗം, കാലന്റെ കയറ് വരാനുള്ള യോഗം. അങ്ങനെയല്ല, അതൊരു നെഗറ്റീവ് അർത്ഥത്തിലാണ് ആ ഒരു യോഗത്തിന്റെ പേരിവിടെ പരാമർശിക്കുന്നത്. കാലന്റെ പാശം ഇതെല്ലാം വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ബന്ധനത്തിൽ മുറുക്കി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയാണ്. നിരവധിയായിട്ടുള്ള ആൾക്കാർക്കുണ്ട്. കാരണം അതൊരു പ്രത്യേക സമയത്ത് ജനിക്കുന്ന ധാരാളം ആൾക്കാർക്ക് ഈ കാളസർപ്പയോഗമുണ്ട്. ഈ കാളസർപ്പയോഗം ഉള്ള ധാരാളം ആൾക്കാർ വളരെ പ്രശസ്തരായിട്ടുണ്ട്. അത് ഈ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ രാഷ്ട്രീയത്തിലെ ആൾക്കാർ, അത് വളരെ മഹത്തുക്കളായിട്ടുള്ള ആൾക്കാർ, കാളസർപ്പയോഗമുള്ള ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ മുത്തുസ്വാമി എന്ന് പറഞ്ഞ വളരെ പ്രഗത്ഭനായ ജ്യോത്സ്യൻ്റെ കാളസർപ്പയോഗം രാഹുകേതുക്കളെക്കുറിച്ചൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഈ ധാരാളം മഹത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ ജാതകം അവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു കാലഘട്ടം വരെ, പ്രത്യേകിച്ച് രാഹുവിൻ്റെ ദശാകാലം കഴിയുമ്പോൾ ആണ് ഇവർ ജീവിതത്തിൽ ഒരു ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ചിലർക്കത് സംഭവിക്കില്ല. ഈ രാഹുവിൻ്റെ ദശാകാലം കഴിയില്ല. ജീവിതകാലത്ത് ചിലപ്പം 80 വയസ്സല്ല 90 വയസ്സല്ല 100 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ലെവലിലേക്ക് വരിക. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം കാളസർപ്പയോഗം കാരണം ഇതിൻ്റെ ആ ഒരു ഈ കാലപാശത്തിൽ നിന്നും മുക്തമാവാൻ പറ്റാത്ത ധാരാളം ആൾക്കാരുണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു രാഹുവിൻ്റെ ദശാകാലം കഴിഞ്ഞു. പക്ഷെ ഇതിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ഒരു ഫലം പറയേണ്ടത്.
ഇപ്പം ഈ കാലഭാഷയോഗം ഉള്ളവരെ സംബന്ധിച്ച് പൊതുവായിട്ട് അവർ തുടക്കത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടും യാതനകളും അനുഭവിച്ചിട്ട് പിന്നീട് ലേറ്റായിട്ട് അറിയപ്പെടുന്നവരാകുന്നു, പ്രശസ്തരാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റാണ്, അപ്പോൾ ഒരുപക്ഷെ പല സയൻറ്റിസ്റ്റുകളുടെ അവരുടെ ജീവിതകാലത്തിന് ശേഷമായിരിക്കും, പിന്നെയും തലമുറകൾക്ക് ശേഷം അവരുടെ ആ ഒരു കണ്ടെത്തലുകൾ ശരിയായിരുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരിൽ പ്രശസ്തരായ ആൾക്കാരുണ്ട്. അതുപോലെ പല രാഷ്ട്രീയത്തിൻ്റെയും താമസമാണ്. അതുപോലെ ഫിലിം ഫീൽഡിലുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്ത് അത് പരാജയപ്പെട്ട് ലാസ്റ്റ് ഒരു ജീവിതാന്ത്യത്തിലൊക്കെ രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ ശ്രദ്ധിച്ച് ഫലം പറയേണ്ട ഒരു യോഗം കൂടിയാണ് ഈ കാളസർപ്പ യോഗം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം അല്ല, ഇപ്പോൾ അതിൽ ഇതിവിടെ വേറെ മറ്റ് പലതരത്തിലുള്ള ദുര്യോഗങ്ങളുമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയും അല്ലെങ്കിൽ ആ ഒരു സ്വഭാവ രീതികൾ, അച്ചീവ്മെൻറ്റുകൾ ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അതൊരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്? ഗ്രഹസ്ഥിതി ഞാനിപ്പോൾ ആദ്യം സൂചിപ്പിച്ച ഈ രാഹുകേതുക്കളുടെ ഗ്രഹങ്ങൾ എല്ലാം നിൽക്കുന്നത് രണ്ടൊരു 4 രാശികളിലായിട്ടാണ് ഇപ്പം മറ്റ് ഈ സപ്തഗ്രഹങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഗ്രഹങ്ങളുടെ പരസ്പരം അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവ പരസ്പരം മത്സരിച്ചിട്ട് ഒരു ഗ്രഹത്തിൻ്റെയുമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു പവർ പുറത്തേക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു അതിൻ്റെ റിസൾട്ടിൽ വരാത്തൊരു കേസ്. ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ ഒരു ബ്ലൂ, അതുപോലെ വൈറ്റ്, അതുപോലെ ഗ്രീൻ, ഇങ്ങനെ പല കളറിലുള്ള ലൈറ്റ് എല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേന് ഇതൊന്നും അല്ലാത്തൊരു നിറത്തിലേക്ക് വരുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ. അതാണ് ഈ കാളസർപ്പയോഗത്തിൻ്റെ അകത്തൊരു കാര്യങ്ങൾ. കാരണം ആ ഗ്രഹങ്ങളിൽ അടുത്തടുത്ത് വരുന്നു എന്നുള്ള വരുന്ന സമയത്ത് പ്രത്യേകമായ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി വ്യക്തമാവാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. അതുമല്ല ഈ 2 ഗുളികൻ, അപ്പം നിന്ദ്യാഭിഭാഷി ധനകയ വിവേക, അവൾ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു സത്യസന്ധതയുണ്ടാവില്ല എന്നുള്ളതാണ്. പാപഗ്രഹം 2ാം ഭാവത്തിൽ, 2ാം ഭാവം കൊണ്ടാണ് ധനം, വിദ്യ, വാക്ക്, കുടുംബം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ 2നെക്കുറിച്ച് മാത്രമല്ല, ഇപ്പോൾ 2 പാപം നിന്നോർത്ത് അവരെല്ലാം ഇങ്ങനെയുള്ള ആ വ്യക്തിയാവണമെന്നില്ല. മനസ്സിൻ്റെ 5ൽ കേതുവാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ദൈന്യ പരിവർത്തന യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്, അശുഭയോഗമുണ്ട്, അധമയോഗമുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള യോഗങ്ങളെല്ലാം കൂടെ ആ ഒരു പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധമില്ലായ്മയും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ശരിയാണല്ലോ. കാരണം അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞു, ഏറ്റവും വലിയ അഴിമതി നടത്തി ജയിലിൽ പോയി. മദ്യത്തിനെതിരെ നിൽക്കുമെന്ന് പറഞ്ഞു, മദ്യക്കേസിൽ തന്നെ അഴിമതി നടത്തി. അതായത് ഈ ദൈന്യ പരിവർത്തന യോഗം എന്ന് പറഞ്ഞാൽ ഈ 12ാം ഭാവാധിപൻ 3ൽ നിൽക്കുക. 3 ഒരു സഹകരണ ഭാവമാണ്, സഹോദര ഭാവമാണ്, സുഹൃത്ത് ഭാവമാണ്. ആ 3ാം ഭാവാധിപൻ 12 നിൽക്കുക. അപ്പോൾ 12ാം ഭാവാധിപനും 3ാം ഭാവാധിപനും പരസ്പരം രാശി മാറി നിൽക്കെ ഈ ദൈന്യ പരിവർത്തന യോഗം എന്ന് പറഞ്ഞ യോഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാര്യങ്ങളും ആ ഒരു അതിൻ്റെ ഒരു പ്രധാന ഫലം എന്ന് പറഞ്ഞാൽ അപവാദം പ്രചരിപ്പിക്കും എന്നുള്ളതാണ്. കള്ളം പ്രചരിപ്പിക്കും, പറഞ്ഞ കാര്യങ്ങളും പ്രവൃത്തിയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കെജ്രിവാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അത് നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ ആ ഒരു കാര്യത്തിൽ. ഈ കാലഭാഷ യോഗം ഉള്ളതുകൊണ്ടാണോ അദ്ദേഹം ഇപ്പോൾ ജയിലിൽ പോയത്? കാലഭാഷയും ജയിലുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു ബന്ധന യോഗമാണ്. അത് ജീവിതകാലം മുഴുവൻ ഒരു ബന്ധനം. ഇപ്പം നമ്മളിപ്പോൾ ആലങ്കാരികമായി പറയുന്നത് നമ്മളെല്ലാം ഓരോ തരത്തിലുള്ള ബന്ധനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരെ ജീവിതത്തിൽ വിജയിക്കാത്തതിൻ്റെ പേരിൽ ഉള്ളൊരു ബന്ധനാവസ്ഥ എന്ത് ചെയ്താലും ശരിയാവുന്നില്ല. അതുകൊണ്ട് മിക്കവാറും ഒരു പ്രത്യേക അവസ്ഥയില്ല, പെട്ടുപോയിട്ടൊരു അവസ്ഥയുണ്ടാവും. ഇതാ ഒരു അവസ്ഥയെല്ലാം തരണം ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ അദ്ദേഹത്തെ നമ്മളിപ്പം ഈ തരത്തിലുള്ള യോഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായി മാറിയത്. പണ്ടാരെ പറഞ്ഞ പോലെ ഭിക്ഷ എടുക്കാൻ വരെ യോഗമുണ്ട്. കുറച്ച് കാലത്തെ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, പിന്നെ ശീലമായിക്കോളും എന്ന് പറഞ്ഞ രീതിയിൽ. അതുപോലെ ഈ അധമയോഗം, അതുപോലെ സൂര്യൻ കേന്ദ്രത്തിൽ ചന്ദ്രൻ നിൽക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ കഴിവിനനുസരിച്ച് ഉയരുന്നത് നിലനിർത്താൻ പറ്റാതെ വരിക. ഇപ്പം ആ ഒരു ഗ്രാഫ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുക, ഒന്ന് ഉച്ചത്തിലെത്തിയിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഭാഗ്യാധിപൻ മറഞ്ഞു നിൽക്കുന്നു. ഭാഗ്യത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പുരാണത്തിൽ തന്നെ ഒരു കാര്യങ്ങളുണ്ട്. കുന്തി മാതാവ് പറയുന്ന ഒരു ഭാഗ്യവന്തം പ്രസൂയത മാശൂരം മാജപണ്ഡിതം. വീരന്മാരെ ശൂരന്മാരെ അല്ല പറക്കേണ്ടത്, ഭാഗ്യവാന്മാരെയാണ്. അപ്പോൾ ഈ ഭാഗ്യം എന്ന് പറഞ്ഞുള്ള ഒരു വലിയ സംഭവം അതിവിടെ അത് ലേശം പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതിനു മുമ്പ് പല ജാതകങ്ങൾ പരിശോധിച്ചതും
ആ ഭാഗ്യാധിപനായിട്ടുള്ള ഗ്രഹത്തിൻ്റെയും കർമാധിപൻ്റെയും ആ ധർമാധിപൻ്റെയും ഒക്കെ പരസ്പരമുള്ള ബന്ധം, ആ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തിത്വത്തിൻ്റെ ആ ഒരു നിർമ്മലത, ഇതൊക്കെ ആ അമലായോഗം, ഇതൊക്കെ ചേർത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ജാതകവുമായിട്ട് പലതരത്തിലുള്ള ഒരു ഭാഗ്യമില്ല, ഭാഗ്യദോഷം വളരെ. നമ്മൾ നേരത്തെ പറഞ്ഞത് കുന്തിയല്ല, ഗാന്ധാരിയല്ലേ പറഞ്ഞത്? ആണ്, ഗാന്ധാരിയാണ്. 100 മക്കൾ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഭാഗ്യവന്തം. കുന്തി മാതാവ് പറഞ്ഞതെന്നാണ് എൻ്റെ നോക്കട്ടെ, സബ്ജക്റ്റ് കറക്ഷൻ. കാരണം കർണൻ മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ ആണ് പറഞ്ഞത്. കാരണം കർണൻ വീരനായിരുന്നു, ശൂരനായിരുന്നു, പരാക്രമിയായിരുന്നു, പക്ഷെ യുദ്ധത്തിൽ മരിച്ചുപോയി. പക്ഷെ 100 മക്കളെയും നഷ്ടപ്പെട്ടു, ഭാഗ്യമില്ല, ഒരാളും ബാക്കിയില്ല. ഗാന്ധാരിക്കും ചേരും. ഏതായാലും അറിയാവുന്നവർ തിരുത്തട്ടെ. അതെ, അറിയാവുന്നവർ തിരുത്തട്ടെ സാർ. അതുപോലെ ഈ ജാതകത്തിൽ നമ്മൾ ഇതിൽ ഈ ശനി രാജയോഗപ്രദമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഈ രാജയോഗം ഇവിടെ ഫലത്തിൽ കിട്ടില്ല. രാജയോഗം കിട്ടില്ല എന്നല്ല, രാജയോഗത്തിൻ്റെ ഉച്ചാവസ്ഥയിൽ അതിന് ഭംഗം വരും. രാജയോഗം കിട്ടിയതുകൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ഈ അപവാദ പ്രചാരകനാണെന്ന് പറഞ്ഞൊരു അസത്യ ഒരു കപടതയിൽ കൂടെയും അല്ലെങ്കിൽ ഒരു വക്രതയിൽ കൂടെയാണ് അദ്ദേഹം ഒരു സംഘടന തന്നെ രൂപീകരിച്ചത്, അതിൻ്റെ തലപ്പത്തേക്ക് വരികയും ചെയ്തത്. ഇപ്പോൾ ഈ ശനിയെക്കൊണ്ടുള്ള രാജയോഗം, ശനി നീചത്തിലാണ് നിൽക്കുന്നത്, 12ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ രാജയോഗപ്രദമായിട്ടുള്ളൊരു ഗ്രഹമാണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന് വേണ്ടത്ര ബലമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ഥായിയല്ല. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ അത് രണ്ടാമത് ജയിലിലേക്ക് മടങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതലകൾ ഒഫീഷ്യലി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പോലും അതീഷി മർലേനയ്ക്ക് ഏൽപ്പിച്ചു. ചുമതലയൊക്കെ പാർട്ടിയുടെയൊക്കെ ചുമതല ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കേൾക്കുന്നു. അതിൽ തന്നെ സാറ് ഈ പറഞ്ഞ വാക്കും പ്രവൃത്തിയും തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളത്. ഇത് ഒരു കുടുംബവാഴ്ചക്കെതിരെയാണ് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു അവകാശിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു അവരെ ഇപ്പോൾ കാണുന്നില്ല സാഹചര്യങ്ങളാണ്. ജയിലിലായിരുന്നപ്പോൾ ജയിലിൽ വീണ്ടും പോയപ്പോൾ വീണ്ടും വരുമോയെന്ന് അടുത്ത ദിവസങ്ങളിൽ കാണാം നമുക്ക്. തീർച്ചയായിട്ടും ഇത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ദൈന്യപരിവർത്തന യോഗത്തിൽ ഈ 3-ാം ഭാവം സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ, സുഹൃത്തുക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സഹോദരങ്ങൾ, ഇതെല്ലാം 3 കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വിട്ടുപിരിഞ്ഞ് പൊക്കോണ്ടേയിരിക്കും. കാരണം 3-ാം ഭാവാദ്യം 12-ൽ നാശസ്ഥാനത്താണ് നിൽക്കുന്നത്. സഹകരണ ഭാവവും നാശസ്ഥാനവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ വാഴില്ല. അവരിങ്ങനെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം അല്ല. നമ്മളിപ്പോൾ കണ്ടു, ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇദ്ദേഹം വലിയ കെജ്രിവാളിൻ്റെ ഗ്യാരണ്ടിയൊക്കെ പ്രഖ്യാപിച്ചു. ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല, ആരും കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. ഞാൻ അത് സൂചിപ്പിച്ചു, ഈ ജാതകം കുറച്ച് നേരത്തെ നോക്കണ്ടായിരുന്നു. എങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ഒരു ആധികാരികതയും വിശ്വാസ്യതയും വരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ജ്യോതിഷ വിശ്വാസിക്ക് പോലും മനസ്സിലാകാത്ത നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ജാതകമാണ്. പ്രേക്ഷകരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയാണ്? ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു അത് ഛിന്ന ഭിന്നമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം ഇനിയിപ്പോൾ ആ ഒരു ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അവരവരുടെ നേതാവിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വേണം, അല്ലെ മുൻനിർത്തി വേണം, ഉയർത്തിക്കാട്ടി വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു സ്വഭാവവിശേഷങ്ങളെല്ലാം കൂടെ സമ്മേളിച്ചൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അവർ പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളൊരു പ്രാധാന്യം അവിടെ ഉള്ള സ്ഥിതിക്ക് അവരെന്തൊക്കെയാണോ പറഞ്ഞത് അതിനെല്ലാം നേരെ വിപരീതമായിട്ടുള്ള പ്രവൃത്തി, വാക്കും സംസാരവും ഒക്കെയായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാലത്ത് എത്രമാത്രം ഒരു രൂക്ഷമായിട്ട് ആ ഒരു പ്രസ്ഥാനത്തെ തന്നെ അത് ബാധിക്കുകയും ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലതാമസം കൂടാതെ അത് എത്തിപ്പെടുകയാണ്. ആ സമയമാകുമ്പോഴത്തേക്കിനും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാവി തന്നെ ചെയ്യാൻ വേണ്ടി തകർച്ചയിലേക്ക് തന്നെ കേജ്രിവാൾ ഈ രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക് പോവുകയാണ്. കേജ്രിവാളിൽ നിന്ന് തുടങ്ങി കേജ്രിവാളിൽ തന്നെ അവസാനിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറുമെന്നുള്ളത് ഈ ജാതകം വെച്ചിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ജയിൽവാസമൊക്കെ എങ്ങനെയായിരിക്കും? കേസ് കാര്യങ്ങൾ ഇത് വളരെ മുന്നോട്ട് പോകും. കാരണം ഇദ്ദേഹത്തിന് ഈ 1 വർഷം കൂടെ ഈ വ്യാഴത്തിൻ്റെ ദശാകാലമാണുള്ളത്. ആ വ്യാഴത്തിൽ രാഹുവിൻ്റെ അപഹാരമാണ്. ഇവിടെ രാഹു കാലസർപ്പയോഗം ചെയ്തിട്ടുള്ള രാഹുവാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആ അവസാന ഭാഗം വളരെ മോശമായിട്ടായിരിക്കും. തുടർന്ന് വരുന്നത് ഈ ശനിയാണ്. ഈ ശനി ബന്ധന കാലകത്വം വഹിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ നീചത്തിലും 12-ാം ഭാവത്തിലും ഒക്കെ നിൽക്കുന്ന ഈ ശനിയുടെ ദശാകാലത്ത് ഇതൊരു ദീർഘകാലമായിട്ടുള്ള ജയിൽവാസമായിട്ടും ഇതുവരെ പുറത്തു വരാത്ത നിരവധി കാര്യങ്ങൾ ഇനി പുറത്തു വരാനുള്ളൊരു സാഹചര്യം കൂടെയാണ് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ
അത് തീർച്ചയായിട്ടും നമുക്ക് അധികം കാലം വേണ്ട, ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവും. തീർച്ചയായിട്ടും. അപ്പോൾ അത് മാറും. തീർച്ചയായിട്ടും ആ ജനങ്ങൾക്കത് ബോധ്യപ്പെടും. അപ്പോൾ ആ ഒരു ബോധ്യപ്പെടലോട് കൂടിയിട്ട് ഏതായാലും പിന്നെ അടുത്തൊരു ഇലക്ഷന് മുന്നായി തന്നെ ഈ ഒരു കേജ്രിവാൾ യുഗം അവസാനിക്കും. അപ്പോൾ ഈ ഇന്ത്യയിലെ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് കുറേ ആക്ടിവിസ്റ്റുകളുടെ ഒരു കൂട്ടിച്ചേരലായിരുന്നു. പാർട്ടി എന്ന നിലയിൽ അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ല. കുറേ ആളുകൾ കൂടുന്നു. നമ്മുടെ കേരളത്തിൽ പോലും അറിയാമല്ലോ, ഒരു രാഷ്ട്രീയ ജനകീയ അടിത്തറയില്ലാത്ത കുറേ ബുദ്ധിജീവികളൊക്കെ ഭാവിക്കുന്ന ആളുകളൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു മൂവ്മെൻറ്റാണ് ആപ്പ്. അത് അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പശയോ ഒരു ബോണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അത് സ്വാഭാവികമായും അതിൻ്റെ ചരടഴിഞ്ഞ് ചൂലാണല്ലോ ചിഹ്നം. ചൂലിൻ്റെ കെട്ടഴിഞ്ഞ് പോയാൽ പോകുന്നത് പോലെ വിഘടിച്ച് പോവുകയാണ്. ഒരു പരിധിവരെ കൂടി യോജിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പശയും അല്ല ചരടും ഒക്കെ ആയിരുന്നു കേജ്രിവാൾ. ഇപ്പോൾ അദ്ദേഹം അകത്താണ്. ഇതിപ്പോൾ ഒരു മെട്രോ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു സ്റ്റേഷനിൽ കുറേ പേര് പോകുന്നു, കുറേ പേര് ഇറങ്ങുന്നു, അടുത്ത സ്റ്റേഷനിൽ കുറേ പേര് ഇറങ്ങുന്നു കയറുന്നു, ഇപ്രകാരമുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ അതിൽ സൂചിപ്പിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് ഇനി അത് കൂട്ടമായി ഇനി ഉടനെ സംഭവിക്കും. ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവാണ്. ഇന്നിപ്പം 3-ാം തീയതി നാളെ വരാൻ പോവാണ്. കാര്യമായ രീതിയിൽ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് ദില്ലിയിൽ BJP വിജയം ആവർത്തിക്കും. പഞ്ചാബിലും ആപ്പിനും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. BJPക്ക് മുമ്പുണ്ടായിരുന്ന സീറ്റുകൾ തന്നെ നിലനിർത്താൻ കഴിയും. കോൺഗ്രസ്സിന് സീറ്റുകൾ കിട്ടും. ആപ്പിൻ്റെ കഥ അവിടെയും കഴിയുകയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. 20-22 സീറ്റുകളിലാണ് ആപ്പ് കെജ്രിവാളിൻ്റെ പാർട്ടി ആകെ മത്സരിച്ചത് തന്നെ. അതിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും തോക്കാൻ പോവുകയാണ്. എത്രമാത്രം കാര്യങ്ങൾ ഈ ഉള്ളിൽ ആ മറച്ചു വെച്ച് കഴിഞ്ഞാലും ആ ഒരു സത്യസന്ധതയില്ലായ്മയും ഇത്തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ കാര്യങ്ങൾ കാലതാമസം കൂടാതെ പുറത്തേക്ക് സത്യം ഒരുപാട് കാലമൊന്നും മൂടി വെക്കാൻ കഴിയില്ല. ഏതായാലും നമ്മുടെ ABC ചാനലിൽ വന്ന് പ്രമുഖരായ 4-5 പേരുടെ ജാതകവശാലുള്ള അനുഭവങ്ങൾ, കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയും കൂടി അങ്ങ് പറഞ്ഞു. പലരും നമ്മുടെ പ്രേക്ഷകർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങയെ അന്വേഷിച്ച് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഒന്ന് പരിചയപ്പെടുത്താം. എറണാകുളത്ത് മുളവുകാടാണ് ശ്രീ MR മധുസൂദനൻ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ടെലഫോൺ നമ്പർ താങ്കൾ തന്നെ ഒന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഫോൺ നമ്പർ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞോളൂ. 808 666 111 3. ഒന്നുകൂടെ പറഞ്ഞു. 808 666 111 3. ഭാഗ്യ നമ്പറാണോ? ഭാഗ്യ നമ്പർ. വോഡാഫോൺ ജോലി ചെയ്തുകൊണ്ട സമയത്ത് ആസ്ട്രോളജി വിഭാഗത്തിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഭാഗ്യ നമ്പറിൻ്റെ ഒരു സംഖ്യാ ജ്യോതിഷമൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഏതായാലും ABCയോട് സഹകരിച്ചതിന് നന്ദി. ഇടയ്ക്ക് നമുക്ക് വീണ്ടും കാണണം. നമ്മളും ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കൂടുതൽ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പിന്നീട് പ്രേക്ഷകരോട് പറയും. ആ സമയത്ത് അങ്ങ് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.